نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ببعض الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശ്വാസികളായ നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു പദമാണ് അമൽ സ്വാലിഹ്. സാധാരണയായി മുസ്ലിം സമൂഹം മൊത്തത്തിൽ കേട്ടുവരുന്ന ഒരു പദമാണ് അമൽ സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ എന്നതാണ് അതിൻ്റെ ആശയം. വിശുദ്ധ ഖുർആൻ വിശ്വാസത്തെ തുടർത്തി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വഅമലു സ്വാലിഹ്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത്. എന്താണ് സൽക്കർമ്മം എന്നത് വളരെ കൃത്യമായി വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നാം വെള്ളിയാഴ്ച പാരായണം ചെയ്തു വരുന്ന സൂക്തമായ സൂറത്ത് കഹ്ഫിന്റെ അവസാനത്തെ സൂക്തം ഇപ്രകാരം: ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഇന്നമാ അന ബശറുൻ മിത്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു ദൂതൻ മാത്രം. യൂഹാ ഇലയ്യ, എനിക്ക് ദിവ്യബോധനം നൽകപ്പെടും. എന്താണ് ആ ദിവ്യബോധനം? അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്നുള്ളതാണ് ആ ദിവ്യബോധനം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അത്തരം ആളുകൾ അമൽ സ്വാലിഹാത്തുകൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ, ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇവിടെ നാളെ പാരിത്രിക ലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ സൂക്തം പരാമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയും പറയുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്, അവന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹവും അഭീഷ്ടവും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ ഏത് രീതിയിലാണോ നിങ്ങൾ ദർശിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ വേറെ ചില സ്ഥലങ്ങളിൽ അതിലേക്കുള്ള ചില സൂചനകൾ നൽകി. ഇവിടെ ആ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർ അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം അമൽ സ്വാലിഹാത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമൽ സ്വാലിഹാത്ത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാവേണ്ടത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അമൽ സ്വാലിഹാത്തിനെ കുറിച്ച് പറഞ്ഞത് 3 കാര്യങ്ങൾ ഉണ്ടായാലേ ഇസ്ലാമിൽ ഒരു കാര്യം അമൽ സ്വാലിഹാത്താകും.
ഒന്നാമതായി ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾ ഒരിക്കലും അമൽ സ്വാലിഹാത്തിന്റെ പട്ടികയിൽ വരില്ല. രണ്ടാമതായി ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ലക്ഷ്യം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം, മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായി ശറഇൽ വന്നതിനോട് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് യോജിപ്പുണ്ടാകേണ്ടത്. ഈ ആശയം വരുന്ന ഒരു സൂക്തം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഇസ്രായിലൂടെ അള്ളാഹു പറയുകയുണ്ടായി, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ ഫഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ആരും അള്ളാഹുവിനെ ലക്ഷ്യമിച്ചുകൊണ്ട് പാരത്രിക വിജയം ഉദ്ദേശിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വിശ്വാസത്തോടൊപ്പം പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു, അത്തരം ആളുകളുടെ സഅയ് പ്രയത്നങ്ങൾ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. ഇവിടെ അള്ളാഹുവിനെ പരലോകത്തെ ലക്ഷ്യം വെക്കുക, അതോടൊപ്പം തന്നെ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, വിശ്വാസം ഉണ്ടായിരിക്കുക, എങ്കിൽ മാത്രമാണ് ഒരാളുടെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുക. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ 3 നിബന്ധനയും ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസമില്ലാത്ത ഒരു പ്രവർത്തനം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. സത്യനിഷേധികളായ ആളുകളുടെ, വിശ്വാസമില്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് സൂറത്തുൽ നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅ യഹ്സബുഹു ദംആനു മാ. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അഅ്മാലുകൾ കസറാബിൻ ബിഖീഅ, മരുഭൂമിയിലെ മരീചികൾക്ക് സമാനമാണ്. നമ്മളിങ്ങനെ എൻഎച്ചിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അല്പം മുമ്പ് ഒരു 100 മീറ്റർ മുമ്പുള്ള സ്ഥലത്ത് വെള്ളം നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവുകയില്ല. ഇതാണ് മരീചിക. സത്യനിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ മരീചികക്ക് സമാനമാണ് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും അവിടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്, പക്ഷേ അതുകൊണ്ട് ഒരു പ്രതിഫലനവും ഉണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദാഹാർത്തനായ വ്യക്തി വിചാരിക്കുമ്പോൾ വെള്ളമാണ്, എന്നാൽ അതിന്റെ അടുത്ത് എത്തിയാലോ അവിടെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത ഒരു പ്രവർത്തനം ഒരിക്കലും അമൽ സ്വാലിഹാത്ത് എന്നതിന്റെ പരിധിയിൽ വരികയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം, പാരത്രിക മോക്ഷമായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ചില സന്ദർഭത്തിൽ അത് ഭൗതികമായ ചില ആളുകളെ പ്രീണിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം സമ്പാദിക്കുന്നതിനൊക്കെ തന്നെ ആവാം. പക്ഷേ അത് ഒരിക്കലും അമൽ സ്വാലിഹാത്തിന്റെ പട്ടികയിൽ വരികയില്ല. മൂന്നാമത്തെ നിബന്ധനയാണ് നാം പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അത് ശറഇൽ വന്നതിനോട് യോജിച്ചതായിരിക്കും. അപ്പൊ ശറഇൽ വന്നതിനോട് യോജിക്കാത്ത പ്രവർത്തനങ്ങളുണ്ടോ നാം ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും ശറഇൽ വരാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ മതത്തിന്റെ ആചാരം എന്ന നിലക്ക് അമൽ സ്വാലിഹാത്താണ് എന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹം അനുഷ്ഠിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഇങ്ങനെ പുതുതായി ഉണ്ടായ ആചാരങ്ങളെ വിശേഷിപ്പിക്കുന്നത് ബിദ്അത്ത് എന്നാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായ ആചാരം. വിശുദ്ധ ഖുർആൻ തന്നെ ബിദ്അത്ത് എന്ന പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അവൻ അല്ലാഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിയമന ആഗമന ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ നൂതനമായ ആശയം കൊണ്ടുവരുന്ന ഒരു നബിയല്ല ഞാൻ, മറിച്ച് ആ പ്രവാചകന്മാരുടെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ബിദ്അൻ എന്ന പദപ്രയോഗമാണ് നടത്തിയത്. അപ്പോൾ ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതാണ്. നമുക്കറിയാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം ആളുകളെ കൂടുതൽ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് ഉപയോഗിക്കുന്ന ഈ മൈക്ക് പുതുതായി ഉണ്ടായതാണ്. കാർഷിക രംഗത്തും യുദ്ധരംഗത്തും അതുപോലെ തന്നെ യാത്രാ രംഗത്തൊക്കെ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇത് നാം ഉപയോഗിക്കുന്നത് ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ കൊണ്ട് മാത്രമാണ്. മതപരമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് നമ്മളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. എന്നാൽ മതപരമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകം പ്രീതി
നാം ചെയ്യുന്ന ഒരു കർമ്മം അത് ഇസ്ലാമിന് മുൻ മാതൃകയില്ലാതെ പിൽക്കാലത്ത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഉണ്ടായതാണെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. അത്തരം ബിദ്അത്തുകൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ദീനിൽ ആചാരങ്ങൾ, അതിന്റെ വിശ്വാസങ്ങൾ അത് നിശ്ചയിക്കുന്നത് ആ മതത്തിന്റെ ഉടമസ്ഥനാണ്. ആരാണ് ഇസ്ലാമിന്റെ ഉടമസ്ഥൻ? അത് അള്ളാഹുവാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അതിന്റെ വിശ്വാസ പ്രമാണങ്ങളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും എന്തൊക്കെയാണ് എന്ന് നിശ്ചയിക്കേണ്ടത്. അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മതത്തിൽ ഒരു ആചാരം ഉണ്ടാക്കുവാൻ, അദ്ദേഹത്തിന്റെ തന്നിഷ്ടം പ്രവർത്തിക്കുവാനും ഇന്ന കർമ്മങ്ങൾ നല്ലതാണ് എന്ന് നിശ്ചയിക്കുവാനോ അല്ലെങ്കിൽ ഉള്ള ഒരു കർമ്മം മാറ്റുവാനോ അധികാരമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിടത്ത് സത്യനിഷേധികളായ ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ പ്രവാചകനെ കൊണ്ടുവന്ന ഈ ആശയത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ ചോദ്യം ചെയ്യുകയും അത് മാറ്റി മറ്റൊന്ന് താങ്കൾ കൊണ്ടുവരൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി ഖുർആൻ കാണാൻ കഴിയും. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്, നമ്മുടെ ആയത്തുകൾ വളരെ കൃത്യമായി അവർക്ക് കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഖാലില്ലദീന ലാ യർജൂ ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാത്ത ആളുകൾ പറയും ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ നീ കൊണ്ടുവരൂ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ അത് മാറ്റിവെക്കൂ, അതിന് പകരമായി മറ്റൊന്ന് നീ മുന്നോട്ട് കൊണ്ടുവരൂ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അല്ലാഹു പറയുവാൻ ആവശ്യപ്പെടുന്ന ഇപ്രകാരം: ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിരുത്തൽ വരുത്തുവാൻ എനിക്ക് ഒരു അധികാരവുമില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, എനിക്ക് എന്താണോ ദിവ്യബോധനം നൽകപ്പെട്ടത് അതാണ് ഞാൻ പിൻപറ്റുന്നത്. ഇനി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ രക്ഷിതാവ് എന്നോട് പറഞ്ഞതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ആശയം അല്ലെങ്കിൽ അതിൽ മാറ്റത്തിരുത്തൽ വരുത്തുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അതിനെ എന്റെ രക്ഷിതാവിനെ ധിക്കരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ആ രക്ഷിതാവിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുകയും ചെയ്യും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മതത്തിൽ പുതുതായ ഒരു ആചാരം കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാത്ത, അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാത്ത ഒരു കാര്യം കൊണ്ടുവരുവാൻ അധികാരമില്ല എന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ ആലോചിച്ചു, പുതുതായി ഉണ്ടായ ആചാരങ്ങൾ അത് കാഴ്ചയിൽ ഒരു പക്ഷേ ഇസ്ലാമിന്റെ ആചാരം പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുകയും തോന്നുകയും ചെയ്തേക്കാം. കള്ളനോട്ടുകൾക്ക് സമാനമായ രീതിയിൽ കള്ളനോട്ടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു 5 രൂപയുടെ കള്ളനോട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയുക പ്രയാസമാണ്. എന്നാൽ അത് അധികാരികളുടെ അംഗീകാരമില്ലാത്തതായിക്കൊണ്ട് അംഗീകരിക്കപ്പെടുകയില്ല. ഒറിജിനൽ നോട്ടിന് സമാനമല്ലാതെ കാഴ്ചയിൽ സമാനമാണ് എങ്കിൽ കൂടി അത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഇതുപോലെ തന്നെയാണ് ബിദ്അത്തുകൾ. കാഴ്ചയിൽ ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്നതാകാം, അതോടൊപ്പം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ലഭിക്കുന്നതാകാം, അത് ദിക്റുകളാകാം, ദുആകളാകാം, തസ്ബീഹുകളാകാം, തഹ്ലീലുകളാകാം, അതുപോലെ പുണ്യം എന്ന് നാം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ മതപരമായി അള്ളാഹുവിന്റെ കൽപ്പനയില്ലാത്ത, വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്താത്ത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്തത് കാരണം അത് എത്ര ശ്രേഷ്ഠകരം എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാലും അത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ട സന്ദർഭത്തിൽ അതിനെ ശക്തിയുക്തം എതിർത്ത ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു സംഘം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഒരു നേതാവും പല അനുയായികളും, ആ നേതാവ് പറയുന്നു, നിങ്ങൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൂ. അപ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ ഓരോ കല്ലെടുത്തുകൊണ്ട് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അതിനുശേഷം സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം ആവർത്തിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ തസ്ബീഹും തഹ്ലീലുകൾ ഇങ്ങനെ ആവർത്തിക്കാൻ പറയുകയാണ്. ഇതിലെന്താണ് തെറ്റ്? കാഴ്ചയിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഈ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഉരുമ്പിപ്പോയിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ദീനിൽ നിങ്ങൾ പുതുതായ ആചാരങ്ങൾ ഉണ്ടാക്കുകയാണോ
ഉണ്ടായിരുന്ന ആളുകളെ അതിൽ നിന്ന് അദ്ദേഹം തടയുകയില്ല. നമ്മൾ ആലോചിച്ചു, നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തത്, തെറ്റായ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആ രംഗത്തില്ലാത്തത് കൊണ്ട് അതിനെ ആ സഹാബികളെ എതിർക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തില്ല. നമ്മുടെ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് യുക്തി നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം, അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള മതത്തിൽ ഒരു ആചാരം ഉണ്ടാക്കിയാൽ നാം മനസ്സിലാക്കേണ്ടത് അത് തള്ളപ്പെടേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിന് നമ്മുടെ ഒരു പിൻബലമില്ല, നമ്മുടെ ഒരു കൽപ്പനയില്ല, അങ്ങനെയാണെങ്കിൽ ഫഹുവ റദ്ദ്. റദ്ദ് എന്ന പദപ്രയോഗം മലയാളത്തിൽ നാം ഉപയോഗിക്കുന്നു. അത് റദ്ദ് ചെയ്യപ്പെട്ടു, അത് റിജക്റ്റ് ചെയ്യപ്പെടണം എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നല്ലതെന്ന പേരിൽ ഒരു നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം, ഒരു ആചാരം കൊണ്ടുവരാൻ നമുക്കൊരിക്കലും അവകാശമില്ല. നമ്മൾ ആലോചിച്ച ചില സന്ദർഭത്തിൽ ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങൾ. നമ്മൾ ആലോചിച്ച പോലെ ജമാഅത്ത് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നാം സുന്നത്ത് നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നു. നമ്മൾ ഒറ്റക്കാണ് നമസ്കരിക്കുന്നു. ഒരു വ്യക്തി ചിന്തിക്കുന്നു, ഇവിടെ ഇമാമുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒറ്റക്കൊറ്റ നമസ്കരിക്കുന്നത്? 27 ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് നമുക്ക് സംഘമായി നമസ്കരിച്ചൂടെ എന്ന് ചിന്തിച്ചാൽ ആ വ്യക്തിയുടെ യുക്തിക്ക് തെറ്റ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഒരു മാതൃക കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ നല്ലതെന്ന പേരിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മഹാനായ ഇമാം മാലിക് പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത്, നൂതനമായ ഒരു ആചാരം ഉണ്ടാക്കും, നല്ലതാണ്, ആ ഉണ്ടാക്കിയ വ്യക്തി വിചാരിക്കുന്നത് അത് നല്ല കാര്യമാണ്, ബിദ്അത്ത് ഹസനയാണ്, എന്നാൽ ഫഖദ് സഅമ, അയാൾ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇങ്ങനെ മതത്തിൽ ഒരാളുടെ ബുദ്ധിക്ക് നല്ലതാണ് എന്ന് തോന്നുകയും ഒരു ആചാരം ഉണ്ടാക്കുകയും അത് നല്ല വിധത്താണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസല്ലം ഖാന റിസാല. അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്ത്, അദ്ദേഹം നമുക്ക് എത്തിച്ചു തരേണ്ട ആ ഉത്തരവാദിത്വം എത്തിക്കുന്നതിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് സമാനമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നാളെ പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയറായി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരാൾ വാദിക്കാണ് ഇത് ഒരു ബിദ്അത്തുൻ ഹസനാണ്. അതിനെക്കുറിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് സമാനമാണ് എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. ബിദ്അത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു പദമാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി ഉണ്ടായ ആചാരങ്ങളും ദലാലത്തുകളാണ്. അതോടൊപ്പം തന്നെ ആ ദലാലത്തുകളൊക്കെ തന്നെ വഴികേടുകളുമാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ മതപരമായി നടക്കുന്ന ആചാരങ്ങൾ അതിൽ നാം പങ്കുകൊള്ളുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അതിന് പിൻബലമുണ്ടോ എന്ന പരിശോധന നാം നടത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ റബീഉൽ അവ്വൽ മാസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആചരിക്കുന്ന മാസമാണ്. മുമ്പൊക്കെ ആദ്യം റബീഉൽ അവ്വൽ 12 നിജപ്പെടുത്തിയത് ഇപ്പോൾ മാസം നീണ്ടു നിൽക്കുന്ന ആചാരമായി മാറിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വളരെ വലിയ പുണ്യം. പലപ്പോഴും അമുസ്ലിങ്ങളായ ആളുകൾ ധരിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് നബിദിനമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകുന്നത്, അത് പൊതുസമൂഹവും നൽകുന്നത്. മുസ്ലിം സമുദായത്തിന് ആപാദകരും ജനങ്ങളും അത് വലിയ മഹത്തമായ കാര്യമായി ആചരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. അത് തള്ളപ്പെടേണ്ടതാണ്. നമ്മൾ ആലോചിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് അദ്ദേഹത്തിന് നബുവത്ത് ലഭിച്ചതിന് ശേഷം 23 വർഷക്കാലം അദ്ദേഹം മദീനയിലും മക്കയിലുമായി ജീവിച്ചു. ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ
ഞാൻ ജനിച്ച മാസമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ മൗലിക പാരായണം മറ്റും നടത്തണമെന്ന് നിർദ്ദേശിച്ചതായി എവിടെയും ഒരു രേഖയും കാണാൻ സാധിക്കില്ല. അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ പോലും പറയുന്നത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നാണ്. സംഘടിതമായ രൂപമുണ്ടാകുന്ന ചില സന്ദർഭത്തിൽ അവർ ന്യായീകരിക്കാറുണ്ട്. വളരെ കൃത്യമായ ഒരു ആധികാരികമായ ഒരു രേഖയും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒട്ടേറെ പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം പ്രവാചകൻ ആചരിച്ചതായോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതായോ വിശുദ്ധ ഖുർആനിൽ ഒരു രേഖയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഗൗരവമായ ഒരു ബിദ്അത്ത് നാം നേരത്തെ പരാമർശിച്ച പുതുതായി ഉണ്ടായ ഒരു ആചാരമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ആചാരങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ രൂപവും ഭാവവും ഉണ്ട്. നമ്മൾ ആലോചിച്ചു നമസ്കാരത്തെയും അതിന് ഒരു രൂപവും ഭാവവും ഉണ്ട്. അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. അതുപോലെ തന്നെ സുജൂദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ഹദീസിൽ വളരെ വിശദമായിട്ടുണ്ട്. 2 പെരുന്നാൾ ആഘോഷങ്ങൾ, ആ ആഘോഷ ദിവസങ്ങൾ നിങ്ങൾ പള്ളിയിലേക്ക് എപ്പോഴാണ് പോകേണ്ടത്, നിങ്ങൾ തക്ബീറുകൾ എപ്പോഴാണ് ആരംഭിക്കേണ്ടത്, ഏതുവരെ നിങ്ങൾക്ക് അത് ചെല്ലാം, നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് എന്നൊക്കെ ഹദീസിൽ വളരെ വ്യക്തമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മൗലിദ് പാരായണം അല്ലെങ്കിൽ ജന്മദിനം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. എന്ത് വ്യക്തമായ രൂപമാണ് അതിനുള്ളത്, ഏത് സന്ദർഭത്തിൽ എങ്ങനെ എന്തൊക്കെ ആചാരങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു രൂപവുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അത് പലപ്പോഴും നമ്മൾ പല ആളുകളും അതിനെന്താ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ചെയ്തു വരുന്ന പല പ്രവർത്തനങ്ങളോടും ചോദിക്കുന്നു അതിനെന്താ ഉടനെ വരുന്ന ഒരു മറുപടിയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികളുണ്ട്, അതിനെന്താ ഒരാളുടെ ഒരു പ്രത്യേക അയാൾക്ക് ഒരു സ്പെഷ്യൽ ഡേ അല്ലേ എന്നാണ് ചിന്തിക്കുക. ഇങ്ങനെ അതിനെന്താ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അത് അത്ര വലിയ ഒരു കുറ്റകരമായ ഒരു കാര്യമല്ല എന്നാണ് അതിന്റെ പിന്നിലുള്ള ഒരു ധ്വനി. അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യകരമാകണമെങ്കിൽ അതിന് വളരെ കൃത്യമായ മാതൃക ഉണ്ടാകും. ആ മതത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീൻ. ഇന്നേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ആ പ്രസംഗത്തിൽ പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു സൂക്തമായി പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയ ഒരു വചനമാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ ഈ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വറദീതു ലക്കുൽ ഇസ്ലാമ ദീൻ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ഇനി അതിലേക്കൊന്ന് ചേർക്കുക എന്നുള്ളത് നമ്മെ കൊണ്ട് ആകുന്ന അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിയുന്നത്. അത് എത്ര വലിയ പണ്ഡിതനായാലും അതിലൊരു പുതുതായ ആചാരം ഉണ്ടാക്കുക എന്നുള്ളത് അത് വലിയ അനാസ്ഥയാണ്, കുറ്റകരമാണ്, പാപമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. വിദ്യാർത്ഥികൾ അതിനെന്താ എന്ന് ചോദിച്ച് അതിന്റെ ഗൗരവം കുറച്ച് കാണിച്ച് അത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുന്ന അങ്ങനെ അബദ്ധങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികളും ദലാലത്തുകളാണ്, വഴികളാണ്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുമാണ്. അതുകൊണ്ട് ഗൗരവമായി തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ മാറി നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. നബിദിനം അതിനുശേഷം മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ജീലാനി ദിനം എന്ന പേരിൽ തുടർന്നുകൊണ്ട് വേറെ ആചാരങ്ങളുണ്ട്. മൗലിദ് കിതാബുകളൊക്കെ എടുത്ത് നമുക്കൊക്കെ അത് വായിക്കാൻ പറ്റും. അതിൽ ഈ അറബ് മലയാളത്തിലുള്ളതൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം അത് നേരെ വായിച്ചാൽ തന്നെ ഇസ്ലാമിനെ ഉയർത്താനാണോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇകഴ്ത്താനാണോ ഇത്തരം മൗലിദ് ഗ്രന്ഥങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ചു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ തീയിനോട് നാം ബർദാകാൻ, ആ തീ അത് ആളിക്കത്തുന്ന സന്ദർഭത്തിൽ അത് തണുപ്പാകുവാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്ഷയാകും. നാം മൗലിദ് കിതാബിൽ പറയുന്നത് അനകുന്തു മഅ ഇബ്രാഹീമ മുൽകം ബിനാരിഹി, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവകാശപ്പെടുന്നതായി പറയാം, ഞാൻ ഇബ്രാഹിം നബിയോടൊപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അഗ്നിക്ക് ഒരു സംരക്ഷകനായിട്ട്. അങ്ങനെ ആ അഗ്നി എന്റെ നിർദ്ദേശപ്രകാരമാണ് കിട്ടുപോയത്, അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ
തന്നെയാണ് എന്ന് പറയുന്നു. മഹാനബി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് 400 വർഷങ്ങൾക്ക് ശേഷം. നമ്മൾ ആലോചിച്ചു, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് മൗലിദ് കിതാബിൽ പറയുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇനി അതുപോലെ നോക്കൂ, അനകുൽതു മഅ നൂഹി, ഞാൻ നൂഹ് നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ എന്റെ കരങ്ങളിലൂടെയാണ് ആ വെള്ളപ്പൊക്ക ശമനമുണ്ടായത്. അദ്ദേഹത്തെ നാമാണ് രക്ഷിച്ചത് എന്ന് അവകാശം. ഇതുപോലെയുള്ള ഒരുപാട് പൊള്ളയായ അവകാശവാദങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവരുടെ കൈക്കടത്തുകലുകൾ ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വളരെ കൃത്യമായ വ്യക്തമായ ധാരണയും ബോധവും നമുക്കുണ്ടാവുകയും തിരിച്ചറിയുകയും ആളുകളെ ഇത് തിരിച്ചറിയുവാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗൗരവമായി ഇത് കത്തുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നാം ശ്രമിക്കുക. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തീർച്ചയായും നമുക്ക് ചില ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ അഅറാഫിൽ അതിന്റെ 157-ാമത്തെ വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളും മറ്റും വിശദീകരിച്ചതിന് ശേഷം അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുൽ മുഫ്ലിഹൂൻ. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു. മേൽപ്പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത. അങ്ങനെയുള്ള ആ പ്രവാചകനെ ആർ വിശ്വസിക്കുന്നു, വഅസ്സറൂഹു, അതുപോലെ തന്നെ ആ പ്രവാചകനെ ആർ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നു, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുന്നു, വത്തബൂ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോട് ഒപ്പം അവതരിപ്പിച്ച പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നു, ഉലൈക ഹുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. നമ്മൾ ആലോചിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ പരാമർശം. ഒന്നാമതായി അദ്ദേഹത്തെ വിശ്വസിക്കുക. എല്ലാ ദൂതന്മാരും വിശ്വസിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വഅസ്സറൂഹു, ആ പ്രവാചകനെ നാം സപ്പോർട്ട് ചെയ്യുക, ആ പ്രവാചകനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിം എന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. എങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും മറ്റും ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഉപ്പയോട്, നമ്മുടെ പിതാവിനോട് ആദരവുണ്ടെങ്കിൽ ആ പിതാവിന്റെ കൽപ്പന നാം സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നുള്ളത്. ആ പിതാവിനെ ധിക്കരിക്കുക എന്നുള്ളതാണ് ആ ബഹുമാനത്തിന്റെ ലക്ഷണം. നമ്മൾ ആലോചിച്ചു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്ന് അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ആർ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചു അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ ആ പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം. അപ്പൊ വഅസ്സറൂഹു, അതുപോലെ തന്നെ വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുക. എങ്ങനെയാണ് പ്രവാചകനെ സഹായിക്കുന്നത്? ആ പ്രവാചകൻ കൊണ്ടുവന്ന ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടേതായ പങ്കുവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സഹായിക്കലാവുന്നത്. അവസാനമായി പറയുന്നു, അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിച്ച ആ പ്രകാശത്തിൽ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രകാശം വിശുദ്ധ ഖുർആനാണ്. ഇങ്ങനെയുള്ള ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. നാം നമ്മെക്കുറിച്ച് വിലയിരുത്തുക, ഈ വിജയികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുന്നു. അങ്ങനെ ഉൾപ്പെടുവാനുള്ള ശ്രമം ഉണ്ടാകുക, പ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യതകൾ നാം നിർവഹിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ചര്യയിൽ നിന്നും വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാനുള്ള തൗഫീഖും അവസരവും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കൃത്യമായി ഇസ്ലാം നിർദ്ദേശിച്ച ആചാരങ്ങൾ അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ ഇസ്ലാം വർദ്ധിച്ച
പിൽക്കാലത്ത് ഉണ്ടായ വിദഗ്ധകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക വഴി നാളെ പാരത്രിക ലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിവിധങ്ങളായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.